പാതിവില തട്ടിപ്പിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് പറ്റിക്കപ്പെട്ടത്. അനന്തകൃഷ്ണനാണെങ്കിലോ റിമാൻഡിലുമായി. പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് കാരണം എയറിലായ കുറച്ച് ആൾക്കാർ. അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത്. പാവം, ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഈ കേസ് ആരതാന്ന് മനസ്സിലായോ? എന്താ ഇതിന്റെ പേര്? അനന്തകൃഷ്ണൻ അല്ലേ? പാവത്തിന് പേരും കൂടെ അറിയില്ല. വേറൊരാളുണ്ട്, തിരി കൊളുത്തിങ്ങാണ്ട് കുടുങ്ങിയ ഒരാൾ. ഒരു തിരി കൊളുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങളിപ്പോൾ എന്തിനാ ഈ ആവശ്യം ഇല്ലാത്തടത്തൊക്കെ തിരി കൊളുത്താൻ പോയത്? നമുക്ക് പിന്നെ ഈ തിരി കൊളുത്താണല്ലോ ഡയറക്റ്റ് ജോലി. നിങ്ങളെ തിരി കൊളുത്തൽ കുറച്ച് കൂടിക്കണു കേട്ടോ. അല്ല, നിങ്ങൾക്ക് ആരാ ഈ തിരി തന്നത്? പിന്നെ നജീബ് കാന്തപുരത്തിന്റെ ഒരു NGO ഉണ്ടല്ലോ. നജീബ് MLA ആണ് തിരി തന്നു വിട്ടത് അല്ലേ? അത് ഞാൻ അവർക്കാണ് ചെയ്തത്. അല്ല, നിങ്ങൾ പെരിന്തമണ്ണ വഴിക്ക് ഇങ്ങനെ പോയപ്പോൾ വിളിച്ചങ്ങോട്ട് കയറ്റിയതാണോ അതോ നജീബ് ഇതിനെ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നോ? അവിടെ എൻ്റെ മണ്ഡലത്തിൻ്റെ ഒരു പരിപാടിക്ക് ചെന്നപ്പം ഇവരെ വന്ന് പറയുന്നത്, ഞാൻ ചെയർമാനായിട്ടുള്ള ഒരു പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഒരു തിരി കൊളുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. കൊളുത്തി. ആ തിരിയുടെ ഫോട്ടോ ആണ് ഇപ്പം ഇങ്ങനെ തിരിഞ്ഞ് കുത്തുന്നത്. നമുക്ക് പിന്നെ ഈ തിരി കൊളുത്താണല്ലോ ഡയറക്റ്റ് ജോലി. തിരി കൊളുത്തുന്ന പരിപാടി വലിയ ഇഷ്ടമായതുകൊണ്ട് മൂപ്പരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് നജീബ് MLA. ഓക്കെ, ശരി. എന്നാൽ ഒരു തിരി കൊളുത്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ തിരി കൊളുത്താൻ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ പോവോ? ഇനിയിപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ഈ പിന്നെ ഇത്തരം സംഘടന വന്നു കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് ഉണ്ടെങ്കിലേ പോകും. ഇതിപ്പോൾ തിരി കൊളുത്തിയവരെ കഥ. തിരി കൊളുത്താതെ ഒരു 7 ലക്ഷം വാങ്ങിയെന്നും പറഞ്ഞു കണ്ടാണ് വേറൊരാളെ ഇടങ്ങേറായിക്കുന്നത്. 7 ലക്ഷം രൂപ പോയിട്ട് ഒരു 7000 രൂപയോ 700 രൂപയോ 70 രൂപയോ 7 രൂപ പോലും ഞാൻ അദ്ദേഹമായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. 7 ലക്ഷത്തിൻ്റെ കണക്ക് അങ്ങനെ. ഇനി ഇടപാട് അക്കൗണ്ട് വഴി സ്വീകരിച്ച് മാതൃകയായി എന്ന് പറയുന്ന വേറൊരു കണക്കുണ്ട്. ഞാൻ ഒരു ആളുകളോട് സ്വകാര്യ ആവശ്യത്തിന് പണമിടപാട് നടത്തുമോ സ്വകാര്യ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് സ്വകാര്യ അക്കൗണ്ട് ഇല്ല. സ്വകാര്യ അക്കൗണ്ട് അല്ലാതെ ഏജൻസികളുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ഇടങ്ങേറായോ ഈ കേസിൽ? ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. നിങ്ങൾ ഏജൻസി വഴി ആൾക്കാരെങ്കിലും പൈസ പോയോ? ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ 1 രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് മൂപ്പരുടെ പേരെങ്കിലും അറിയാലോ. നമ്മളെ ഫ്രാൻസിസ് ഏട്ടനൊന്നും മൂപ്പരെ കണ്ടിട്ടും കൂടെ അല്ല. അത്രേ ഇങ്ങനെ കണ്ടിട്ട് പോലില്ല. സത്യം പറയാം, സത്യത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ വാസ്തവത്തിലൊന്ന് ആലോചിച്ച് നോക്കി. വാസ്തവത്തിൽ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടോ എന്ന് ചോദിച്ചാലും സംശയമുണ്ട്. അപ്പൊ കണ്ടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് ഇപ്പൊ ചെറിയൊരു സംശയം ഉണ്ട് എന്നായില്ലേ? കാരണം എനിക്ക് സംശയം വെച്ചാൽ ഇദ്ദേഹം തൊടുപുഴ കൊടയത്തൂരുകാരനാണ്. അപ്പൊ കാണാൻ ചെറിയൊരു സാധ്യത ഉണ്ട് അല്ലേ? ഇനിയിപ്പോ അവിടെയൊക്കെ വെച്ച് ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ടായിരിക്കാം. അറിഞ്ഞോ അറിയാതെയൊക്കെ പല ആളുകളുടെയും പേര് വരുന്നുണ്ട്. പെട്ടോർക്കും പെടാത്തവർക്കും ഒക്കെ ഒരു മുൻകരുതൽ വേണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാനുള്ളത്. തിരിച്ചറിയുമ്പോൾ നമ്മൾ ജാഗ്രത പുലർത്താം. അപ്പോൾ നേതാക്കളെ ജാഗ്രത. അറിയാതെ പെട്ടവർ ഇനി പെടാണ്ടിരിക്കാൻ വേണ്ടി ജാഗ്രത പുലർത്തുക. അറിഞ്ഞു പെട്ടവരുടെ കാര്യത്തിൽ എന്തൊക്കെ ജാഗ്രത പോലീസ് എടുക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം.